ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സഗാഡയിലെ മൗണ്ടെയിൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേവ് ആണ് കേട്ടോ. അതായത് സുമൈങ്കിൻ കേവ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. സഗാഡയിലെ 50-60ഓളം ചെറുതും വലുതുമായിട്ടുള്ള കേവൊക്കെ ഉണ്ട് കേട്ടോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേവാണ് സുമൈങ്കിൻ കേവ് എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ കേവ് ആണ് കേട്ടോ. സാഹസ്യത ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അഡ്വഞ്ചർ കേവ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് നാളുകൾക്ക് മുമ്പ് തായ്ലൻഡിൽ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, കേവിനകത്ത് അകപ്പെട്ടു. അപ്പോൾ അതുപോലത്തെ ഒരു കേവാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിനകത്തൊരു വലിയ മരണക്കുഴിയുണ്ട്. അപ്പോൾ ആ മരണക്കുഴി കാണണം. അതോടൊപ്പം എന്ത് ചെയ്യണം, ഒരു അഡ്വഞ്ചർ സാഹസ്യത ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ യാത്ര ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് ആ യാത്രയിലോട്ട് പോവാം. ഇതാണ് സുമൈങ്കിൻ കേവിലോട്ട് ഇറങ്ങുന്ന വഴി കേട്ടോ. ഇത് കുത്തനെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഇവിടെ ഇട്ടിരിക്കുന്നത് ഫുള്ള് കരിങ്കല്ലാണ്. ഈ സ്റ്റെപ്പൊക്കെ അവർ പാകിയിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ പോകുന്നതിന് ടിക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ കേവിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ കേവിൽ കയറാൻ തീരുമാനിച്ചു. തായ്ലൻഡിൽ അന്ന് കുടുങ്ങിപ്പോയ കുട്ടികളെ പോലെ ആവുമോ എന്ന് അറിയില്ല. മഞ്ഞുമ്പൽ ബോയ്സ് സിനിമ കണ്ടതോടെ കേവിനകത്ത് കയറുന്ന ആ ഇൻട്രസ്റ്റ് ഒക്കെ പോയതാ, പേടിച്ചിട്ട്. അതെ, എന്തായാലും വീട്ടിൽ തിരിച്ചു പോകണം. എല്ലാവരും തിരിച്ചു വരുമെന്നുള്ള ഉറപ്പോടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതെ, ജീവിച്ചിരുന്നാൽ കാണാം. നമുക്ക് കേവിനകത്ത് പോകണമെങ്കിൽ ഇതുപോലെ ലൈറ്റ് ഇതെല്ലാം വേണം കേട്ടോ. സോളാർ ലൈറ്റ് ഉണ്ട്, സാധാ ലൈറ്റ് ഉണ്ട്, ഹെഡ് ലൈറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ രണ്ടുപേരും നമ്മുടെ ഗൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അവർ അതിനുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 15-20 പേരോളം നമ്മുടെ കൂടെ ഉണ്ട്. ഇതാ കേവിനകത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഏകദേശം 1.5-2 മണിക്കൂറോളം കേവിനകത്ത് നമ്മൾ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതോ ഒരു ടീംസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരും ഒരു കുഞ്ഞിനെ വെച്ചോണ്ട് അവരവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ കേവ്. അടിപൊളിയാ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ്. താഴെ നമുക്ക് സോളാർ ലൈറ്റൊക്കെ അടിച്ചു തരുന്നുണ്ട്. ഫുള്ള് പാറക്കെട്ടാ. ക്യാമറയൊക്കെ നേരെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഫുള്ള് ഡാർക്കാ. ഈ കേവിനകത്ത് കൂടുതൽ ഇറങ്ങാനുള്ളത് കുത്തനെയാണ് കേട്ടോ. പക്ഷേ ഇറങ്ങുന്നതിനേക്കാളും കയറാൻ അതികഠിനമെന്നാണ് പറഞ്ഞു കേട്ടത്. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം ഈ ഗുഹയ്ക്കകത്തുള്ളിലാണ് പോകുന്നത്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സൈഡ് മൊത്തം വലിയ കുഴിയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്താലും വെള്ളം മൊത്തം ഇറങ്ങും. ഇപ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. സുമൈങ്കിൻ കേവിന് വലിയ ഗുഹ എന്നുള്ളൊരു വിളിപ്പേര് കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളെ ടീം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഫിലിപ്പീൻസിൽ വന്നിട്ട് ഓരോ പാറക്കെട്ടുകളൊക്കെ കൂടി അതെ, പാറക്കെട്ടല്ല കേട്ടോ, കാലാണ് നോക്കേണ്ടത്. അവസ്ഥ അയ്യോ, വല്ലാത്ത പേടിയാണ് കേട്ടോ. ചർക്കി വീണാ പോയി കേട്ടോ. നമുക്ക് വേറെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. തല എന്തായാലും ഇടിക്കും. നമ്മുടെ എല്ലാ ടീംസും ഉണ്ട് ബാക്കിൽ. എല്ലാവരും ഇങ്ങനെ പതുക്കെ സൂക്ഷിച്ചിറങ്ങി വരിക കേട്ടോ. Oh my God. ഇതിൻ്റെ ലൈറ്റൊക്കെ കൂടി ഫിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഒരു ടീം ഇതാ കേവലം വിസിറ്റ് ചെയ്ത് തിരിച്ചു പോവാണ് കേട്ടോ. Be carefully or okay. ഇവിടെ നല്ല സ്ലിപ്പറിയാണ് കേട്ടോ. ഏയ് സൂക്ഷിച്ച്. ഇവിടെ ഫുള്ള് നനഞ്ഞു കിടക്കുക കേട്ടോ. ഈ പാറക്കെട്ടിലൊക്കെ പിടിച്ച് നമുക്ക് ഉടക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നുണ്ടോ. ഫുൾ ഡാർക്ക് ആട്ടോ. ഇത് ഒരു 1.5 കേവ് തന്നെ അല്ലേ. Be careful.
എങ്ങനെയൊക്കെ കയറും എങ്ങനെയൊക്കെ ഇറങ്ങുന്നതാണ് അറിഞ്ഞൂടാത്ത. ചെരുപ്പിനെ ഒരു കളയേണ്ടി വരുമോ? ഒരു രക്ഷയില്ല കേട്ടോ, അത് ഭയങ്കരമായിട്ട് ചറക്കുക. എവിടെയോ വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ, എവിടെയാന്ന് കാണാൻ പറ്റുന്നില്ല. ഏയ് ഉണ്ടോ കഷ്ടപ്പാട് കണ്ടോ. ഒരു കുട്ടികൾക്ക് കയറാമെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ? അല്ല, വെള്ളം കുറച്ച് കഴിയുമ്പോൾ വരെ വെള്ളത്തിന്റെ സൗണ്ട് അകത്ത് കേൾക്കുന്നുണ്ട്. കാത്തോളണേ. അപ്പോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനും ഇതെല്ലാം കൂടി ഭയങ്കര പാടാ കേട്ടോ. എൻ്റെ മേളിലെവിടെ ഉണ്ട് കേട്ടോ വവ്വാല്, ഒത്തിരി എണ്ണം കരയുന്നുണ്ട്, തോണ്ടിരിക്കുന്നു കേട്ടോ. അടുത്ത വീണ്ടും ഞങ്ങളിതാ അങ്കത്തട്ട് തുടങ്ങുകയാണ്. നല്ല സ്ലിപ്പറിയാണോ, നല്ല വഴുതലുണ്ട്. പാറക്കെട്ടുകളൊക്കെ മിനുസം പോലെ ആയിരിക്കുന്ന കല്ലുകൾ. നമ്മുടെ ഗൈഡ് ലൈറ്റും കൊണ്ടങ്ങ് മുകളിലോട്ട് പോയി കേട്ടോ, വഴി കാണിച്ചു തരാൻ വേണ്ടി. പുള്ളി വേറെ ഏതൊക്കെ വഴികളൊക്കെ പോകുന്നുണ്ട്. നമുക്കിതുവഴിയൊക്കെ ഇറങ്ങാൻ നല്ല റിസ്ക് കേട്ടോ. സംതിങ് വെരി വെരി റിസ്ക്. ഓക്കെ, പതുക്കെ താഴോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം ക്യൂ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർ ഇരുന്നിരുന്ന് ഇറങ്ങിയൊക്കെ പോകുന്ന. കുറച്ച് ദൂരം കൂടി ഇറങ്ങി കേട്ടോ, കുറച്ച് ദൂരം കഴിഞ്ഞ് ഇനി വീണ്ടും ഉണ്ട്. ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഈ കേവിനകത്ത് അങ്ങ് പോകാൻ. അകത്ത് വെള്ളത്തിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താന്നുള്ള കാര്യം അറിയില്ല നമുക്ക്. അറൗണ്ട് ഒരു 2 hours അടുപ്പിച്ച് ഇതിനകത്ത് തന്നെ ഇറങ്ങി നമുക്ക് തിരിച്ചു വരാനുണ്ടെന്ന് അവർ പറഞ്ഞു. ഇത് ഫുള്ള് പ്രകൃതിദത്തമായിട്ട് രൂപപ്പെട്ട പാറക്കെട്ടുകളാണ് കേട്ടോ. ഉണ്ടോ? ഇതെല്ലാവരും കണ്ടോ, ഇതേപടി ഇറങ്ങി ഈ വലിയ കേവിനകത്തൂടെ ഇങ്ങനെ പോവുണ്ടോ. എല്ലാവരും ഇരുന്ന് പതുക്കെ ഞരങ്ങി ഇറങ്ങുക, അല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. നല്ല സ്ലിപ്പറിയാണ്. ഓരോ കാല് വയ്ക്കുന്നതും സത്യം പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പണിയാ കേട്ടോ. മനു, ഇത്രയും റിസ്ക്കാന്ന് വിചാരിച്ചില്ല. സ്ലിപ്പ്, അതാ പ്രശ്നം. കണ്ടോ, ഇത്രയും താഴെ അറ്റം വരെ ആളുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. ഇറങ്ങി പോകുന്നത് ഒരു വഴി, തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ സൈഡ് ഫുള്ള് ക്യൂവാ. കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളെല്ലാവരും എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഗൈഡ് താഴോട്ട് പോകുന്നത്. കാരണം ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്തെത്തി നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് പോകുന്നത്. കണ്ടോ, ഇതാണ് മോനെ കേവ്, ഫിലിപ്പീൻസിലെ കേവ്. വാവ്. ഇതിൻ്റെ മേളിൽ കൂടി വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എവിടെ കൂടിയാണ് വെള്ളം ഡ്രോപ്പ് ആവുന്നതെന്ന് അറിയില്ല. കണ്ടോ, മറ്റേ സൈഡ് അടുത്ത ആൾക്കാർ കയറി വരിക. കണ്ടോ, ഇത് ഓൺ വേ ആണ് കേട്ടോ, ഓൺ വേ. ഞങ്ങൾ വളരെ തന്നെയൊക്കെ താഴോട്ട് ഇറങ്ങുന്നത്. താഴോട്ട് ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ ഒരു ലെയറിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നല്ല കുത്തിറക്കമാണ് കേട്ടോ. ഉണ്ടോ, അവിടെ വെയിറ്റ് ചെയ്ത് പതുക്കെ ഇറങ്ങുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് ലൈറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇഷ്യൂ ആണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ കല്ലിലെ വഴുതലും. ഇതിലെല്ലാം ഫുള്ള് കണ്ടോ, കല്ലെല്ലാം നനഞ്ഞു കിടക്കുക. അതാ പ്രോബ്ലം.
ഉണ്ട്. ഇവിടെ ഇവിടെ കൂടിയോ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ മേളിൽ കൂടി ഇതാ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ എല്ലാം നനഞ്ഞു കിടക്കുന്നത്. ഇതുവഴി ഇറങ്ങാൻ പറ്റുന്നില്ല. റിസ്കിയാണ് കേട്ടോ. ഇറ്റ്സ് വെരി റിസ്ക്. എല്ലാവരും പേടിച്ച് വിളിക്കും കേട്ടോ ഇറങ്ങാൻ. ഈ ഒരു റിസ്ക് ഇച്ചിരി വലിയ റിസ്ക്കാ. അവർ വിളിക്കുന്നു. അപ്പം ഞങ്ങളൊക്കെ ഇനി ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയത്തില്ല കേട്ടോ. ഇറ്റ്സ് ഡേഞ്ചറസ്. ഓക്കെ, നമ്മുടെ ഗൈഡ് നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് ലൈറ്റൊക്കെ കാണിച്ചു തന്ന പുള്ളി രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെ പുള്ളിക്ക് പറ്റുന്നതെന്ന് അറിയില്ല. നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ. നമ്മുടെ ടീംസ് എല്ലാം എന്തോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഗൈഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലും ഒരാളുണ്ട്, നടുക്കും ഒരു ഗൈഡ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ പറ്റുന്നില്ല കേട്ടോ. ഫോണിൽ വീഡിയോ എടുക്കുക ഭയങ്കര പാടാണ്, റിസ്ക് ആണ് കേട്ടോ. അതെ, ഞാനെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു സ്ലിപ്പറോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം വരാൻ, ഷൂ ഒന്നും ഇട്ടിട്ട് വരരുതെന്ന് പറഞ്ഞായിരുന്നു. നല്ല സ്ലിപ്പറി ആയതുകൊണ്ട് നമ്മൾ ഗ്രിപ്പില്ലാത്ത ചെരുപ്പൊന്നും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ചെരുപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇരുന്നൊക്കെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ കേട്ടോ. ഇതിനകത്ത് പ്രഷർ നല്ല വേരിയേഷൻ ഉണ്ട് കേട്ടോ. നല്ല ഇപ്പം ഇതിനകത്തോട്ട് ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇവിടുത്തെ പാറക്കെട്ടുകൾക്ക് ചില ശിലാരൂപങ്ങളായിട്ടൊക്കെ സാമ്യമുണ്ട് കേട്ടോ. ആന, ആമയുടെ തല, കരടി, ഇങ്ങനെയൊക്കെയുള്ള കുറേ ശിലാരൂപങ്ങളായിട്ടൊക്കെ സാദൃശ്യമുണ്ട് കേട്ടോ ഇവിടുത്തെ. ആരൊക്കെയോ വീണെന്ന് തോന്നുന്നു. ഇത് ഇറങ്ങുന്നത് ഇറങ്ങി, ഇനി കയറുന്നതാണെങ്കിൽ ഇതിനേക്കാളും കഷ്ടം കേട്ടോ. അനു, ബി കെയർഫുൾ. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അതെ, സ്ലിപ്പറി അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് താഴെ എത്തി കേട്ടോ. ഓ compress po kayo lahat dito. Compress opo wala upo yun. Compress you do the first stage. എന്താണ് ഇതൊരു കണ്ടോ, കേവ് ഉണ്ടോ? ഇതിനകത്തോട്ടൊക്കെ വഴി പോകാൻ പറ്റുമായിരിക്കും കേട്ടോ, നമുക്കറിയത്തില്ല. ഇതിനകത്തെല്ലാം ഓരോരോ വഴികളുണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളം കുറവെന്നാ പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പൊ വെള്ളം വലുതായിട്ട് കുറവെന്നാ പറഞ്ഞത്. ഉണ്ടോ? Ang bilis ni Mama. Ang siya. Team na lang siguro. Ano? ഇതാണ് കേവിന് ഉൾവശം. ഞങ്ങളങ്ങനെ എല്ലാരും കേവിനകത്ത് കണ്ടോ. ഞങ്ങളുടെ ടീം ഫുള്ള് കേവിനകത്ത് എൻജോയ് ചെയ്യാം. ഞങ്ങളിതാ വീണ്ടും ഇതാ ഒരിടത്തൂടി ഇറങ്ങുന്നു. അയ്യോ, ഓ മൈ ഗോഡ്. ഇനിയുണ്ട് കേട്ടോ. ഇത് എവിടേക്ക് ഇനി പോകണമെന്നറിയില്ല കേട്ടോ. എന്തോ ഇതിനകത്ത് കുടുങ്ങുമെന്തോ. ഒരു ടീം അതിനകത്ത് നിൽക്കാൻ തോന്നുന്നല്ലേ. ഒരു ടീം അങ്ങ് നിൽക്കുക.
ഓ സിറ്റ് ആൻഡ് ഗോ. മറ്റേ കോൾഗേറ്റിന്റെ വാശമുണ്ട് കൈ ഓക്കെ ഓക്കെ. വാവ് ഇത് നോക്കി. ഓക്കെ ഓക്കെ എടാ ഇതുവഴി വാ. ആഹാ ഇനി ഇതാ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിടാൻ വേണ്ടി പറഞ്ഞിട്ടോ അവര്. എന്നാലേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം നനവാണ് കേട്ടോ. ആ ഈ പാറയുടെ ഒക്കെ ഡിസൈൻ കണ്ടോ? നല്ല നല്ല ഇതായിട്ടുള്ള ഡിസൈനിങ്. ഇതാ അടുത്ത വർക്കായി കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം ഇനി പോവാൻ. അയ്യോ ഉണ്ടോ? ഞാൻ മേളിലൊക്കെ വേറെ പുതിയ ആൾക്കാർ വന്നിപ്പോണ്ട് കേട്ടോ താഴോട്ട് ഇറങ്ങാൻ. ഉണ്ടോ? നമ്മളെ ചേച്ചി കയറിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുക. ഇവിടെ നിന്ന് ഇത്ര ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഈ വെള്ളത്തിലിരുന്ന് ഇതിലൊന്നും വേണം താഴെ പിന്നെ ഇറങ്ങിയിട്ട് അങ്ങ് ഇറങ്ങാൻ. മൈ ഗോഡ് അതിന് അടിപൊളിയല്ലേ? എന്താ സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് ഇവിടെ കയറാതിരുന്നാലും വേസ്റ്റ് ആയിരുന്നു. അതാ ഫോൺ ഇനിയിപ്പോ ഇവിടെ വയ്ക്കും അറിയാം. മനു വെള്ളത്തിൽ ചാടി ഇറങ്ങാൻ വേണ്ടി പോകും കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇത് ഓരോരുത്തരായിട്ട് നമ്മുടെ ഗൈഡ് താഴോട്ട് ഇറക്കിയാണ് കേട്ടോ. അല്ലാതെ ഒരുമിച്ച് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ഇത്രയും ആ പകുതി ദൂരം പോയിട്ട് അവിടെ നിന്ന് പിന്നെ ബാക്കി ഫുള്ള് സ്ലിപ്പറി. കയറിട്ടിട്ടുണ്ടെങ്കിലും അതിലും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. കണ്ടോ അവിടെ ഇറക്കുന്നുണ്ടോ? കണ്ടോ ഇത്രയും റിസ്ക്കാ. ഇവിടെ മൊത്തം വെള്ളമാണ്. ഇത് ഇത്രയും ഏകദേശം മുട്ടടിക്ക് മേളിൽ വെള്ളമുണ്ട് കേട്ടോ. ഉണ്ടോ? ആകെ ഇത്രയും സമയത്ത് നമ്മുടെ 3 പേരാ അങ്ങ് താഴെ പോയത്. താഴെ ഇറങ്ങിയത് വേറെ ആരും ഇറങ്ങിയിട്ടില്ല. കണ്ടോ നല്ല റിസ്ക്കാ കേട്ടോ. അവിടെ നല്ല റിസ്ക്കാ. എങ്ങനെ ഇറങ്ങുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ പേടിയാ. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുക. ആ നമ്മള് ശരീരത്തന്നെ പുക പോലെ എന്നുണ്ടോ? ഞങ്ങളിവിടെ കേവിൻ്റെ അവിടെ താഴെ ഇറങ്ങിട്ടോ. ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടോ? ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ടാ ഇപ്പോൾ വീഡിയോസ് ഒക്കെ My name is Chris from Philippines. I am from India. ഓക്കെ ഓക്കെ. ഇതെല്ലാം നമ്മളെ ഒറ്റ ടീമാണ്. നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാം ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ജസ്റ്റ് നൈറ്റ് ബസ്സിൽ കയറി വന്നതാണ്. മോർണിംഗിനാണ് എല്ലാവരെയൊക്കെ ഒരുവിധം പരിചയപ്പെട്ടു തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കമ്പനിയായി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ 13 പേരാണ് ഞങ്ങൾ ടോട്ടൽ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഫിലിപ്പീൻസിലുള്ളവരാണ്. സെബുവിലുള്ളവരുണ്ട്, മൻലയിലുള്ളവരുണ്ട്. ഞങ്ങളെ ഫോട്ടോസ് എടുക്കാനുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഗൈഡാണെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് ഓരോ സ്ഥലത്ത് ഇറക്കിയിട്ട് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറയും. അങ്ങനെ പുള്ളി നമ്മളെ കൊണ്ടുവന്നു കേട്ടോ. അടുത്ത റിസ്കിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ അങ്ങനെ ഫുള്ള് വല്ലാതെ തന്നെ ഇവിടെ ഇറങ്ങി കേട്ടോ. ഓ
Hey, hey, jump. This. Mga malaglag ka. Yeah. ഇറങ്ങാൻ പേടിയാണ് കേട്ടോ. You just come. Hey. See you tomorrow. Oh my goodness. Mama. Wait. Mom, wait. Lorraine, ano gagawin? Kuya, wait lang. Okay, slowly. Slowly and then jump. Okay. Jump. Okay. Yay! Oh my god. Okay. Bye. See you tomorrow. Thank you. Yung naiwan dito po. Harap po kayo dito. Yung naiwan? Iniwan. ഇത് ഇന്നില്ലേടാ. Giant turtle. What? Giant turtle. Oh, okay. Then, this squash. Yung nasa dulo niyo. ഈ പാറക്കെട്ടങ്ങൾക്കെല്ലാം ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതാ പുള്ളി പറഞ്ഞേ. ഓരോ പ്രതിമകളുമായിട്ടുള്ള ചേർച്ചയൊക്കെ ഉണ്ട്. Sa taas. ഓയ്. എൻ്റെ അത് വെള്ളമാണ് കേട്ടോ. മൊത്തം വെള്ളത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടോ. നല്ല തണുത്ത വെള്ളം. എൻ്റെ വാച്ചും എല്ലാം നനഞ്ഞു. വാച്ചൊക്കെ വെള്ളം കയറി. വാച്ച് ഇവിടേക്ക് ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓരോ പാറയുടെ മുകളിൽ നിന്ന് ഞങ്ങളുടെ അവിടെ വന്നാൽ എല്ലാവരും ഓരോ സെൽഫി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്ത് പോവാ. സമാധി ആയിരുന്ന പോലെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. അവൻ സമാധി ആയി ഇവിടെ. അവൻ ഇനി കേരളത്തിലോട്ട് വരുന്നില്ലെന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ കൂടി എല്ലാം കണ്ടോ, വെള്ളമാണ് കേട്ടോ. ഫുള്ള് വാട്ടർ പുറത്തോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ടോ. അതാ ഈ നല്ല ചറക്കുന്നത്. എന്തോ കണ്ടോ വെള്ളം. ഇതൊരു നമ്മൾ അടുത്ത ടാസ്കിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അടുത്ത ഇവിടെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വേറൊന്നുമില്ല, സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ ഇറങ്ങുക എന്ന് പറയുന്നത് നല്ല റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഇതിലെ ഗുണാക്കേവാണ് കേട്ടോ. വലിയ കുഴിയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ സ്ഥലം കേട്ടോ. ഇതൊരു വലിയ കുഴിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. വീണാൽ മരണം എന്തായാലും ഉറപ്പാണ് കേട്ടോ. ഏറ്റവും ഡേഞ്ചർ പ്ലേസ് ആണ് ഇവിടുത്തെ. ഉണ്ടോ ഇതുവഴി വരിക എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി റിസ്കാ. ചത്തില്ല. ഞങ്ങൾ കേവിന്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നടക്കാനുണ്ട്. ഞങ്ങൾ എന്തായാലും തിരിച്ചു മുകളിൽ വരും കേട്ടോ. വെറും 10 മിനിറ്റ് മാത്രം. അതെ. My God. Sabay bakal. Then kung sakali may pa isa, gawin natin. Pag mo din. എടാ അതൊന്നും അല്ല, ഇവിടെ വേറെ ലെവലാ ഒന്ന്. Kuya. സ്ലൈഡിങ്. തിരിച്ചെങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയൊക്കെ ഇറങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞ സപ്പോർട്ടില്ലാതെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. Dito ako. Sige. Dito po. Wow. കേട്ടോ ഭയങ്കര പാടാ ഇവിടെ നിന്ന് ഇറങ്ങാൻ. പേടിച്ച് പേടിച്ചൊക്കെ എല്ലാവരും ഇറങ്ങുന്നത് കേട്ടോ. Dito ako.
Dito, dito. Uwi na ako. Dito po. You jump from there. Okay, catch. Are you okay? Hindi, i-assist naman ko. ഇറങ്ങാൻ പെടുന്ന പാടുണ്ടോ ഓരോരുത്തരും. ഇതാ തിരിച്ചു കയറും. അത് എങ്ങനെ അറിയില്ല. എനിക്കൊന്ന് അത് വഴി ചിലപ്പോൾ കാണും. അതാണ്ട് റോപ്പ് ഇട്ടിട്ടുണ്ടോ അവിടെ സൈഡിൽ. Okay, thank you. ഓക്കെ കണ്ടോ, ഞങ്ങളൊക്കെ ഇനി താഴെ ഇറങ്ങിയായിരുന്നുണ്ടോ. ഞങ്ങളുടെ അവിടെ ഇറങ്ങിയിട്ട് 2 പേര് ഇതാണ്ട് മേളിൽ പേടിച്ചിരിക്കുന്നുണ്ടോ താഴെ ഇറങ്ങാതെ. ഫിയർ 2 അല്ല 3 പേരുണ്ട് ഉണ്ടോ മേളില്. ഇതാ ഈ സംഭവം എന്ന് പറയുന്നത് ബനാന ബോട്ട് എന്നാ ഇതിനെ പറയുന്നത് കേട്ടോ. ബനാന ബോട്ട് എന്നാ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു, ഫിലിപ്പീൻസ് എന്ന് വള്ളം തൊഴിഞ്ഞു കേട്ടോ. ബനാന ബോട്ടിൽ നിന്നും കൊണ്ട് ഞങ്ങള് വള്ളം തൊഴിഞ്ഞു. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മുകളിലോട്ട് കയറുക കേട്ടോ. താഴോട്ട് ഇറങ്ങിയതിനേക്കാളും ഭയങ്കര പാടാണ് മേളിലോട്ട് കയറാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറുന്നതിന് വേണ്ടിയൊക്കെ നേരം റോപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ റോപ്പിൽ പിടിച്ചു വേണം നമുക്ക് മേളിലൊക്കെ കയറാൻ വേണ്ടി. ഇനി എത്ര ദൂരം ഇനി അങ്ങനെ കയറണമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ. ഈ പാറക്കെട്ടുകളെല്ലാം ഭയങ്കര മിനുസമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. അതോടൊപ്പം ഈ പാറക്കെട്ടുകൾ കണ്ടോ ഫുള്ള് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മുകളിലോട്ട് കയറാനും ഒക്കെ ഭയങ്കര പാടാണ്. പിന്നെ അവർ റോപ്പ് ഇട്ടിട്ടുണ്ട്. ആ റോപ്പ് വഴി നമുക്ക് പാട് വിട്ട് തന്നെ മുകളിലോട്ട് കയറണം കേട്ടോ. Limba. Or hindi ko kaya mag-ano man. No hands. ആ കേറട്ടെ ഇങ്ങനെ കേറട്ടെ. ഞങ്ങൾ ഒരുവിധം കഷ്ടപ്പെട്ട് ഇറങ്ങിയത് അമ്പുവാ. തിരിച്ചു കയറാൻ അതിനേക്കാളും പാടാണ്ടോ. Slippery. Careful, slippery. Slippery. ഒരു രക്ഷയില്ല ഉണ്ടോ. ഇപ്പൊ വന്നതിനേക്കാളും പാടാ കേട്ടോ തിരിച്ചു കയറുക. ലിഫ്റ്റ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. മനു ഒരു ലിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറയുമോ? ഇനി കേവ് എക്സ്പീരിയൻസ് എന്താന്നുള്ള കാര്യം ചോദിച്ചാൽ ഇതാണ് കേവ്. ഞങ്ങളങ്ങനെ കേവിൽ നിന്ന് തിരിച്ചു കയറുകയാണ് കേട്ടോ. കുറേ പേരൊക്കെ മുകളിലെത്തി, കുറച്ച് പേര് താഴോട്ട് വരാൻ നിൽപ്പുണ്ട്. ഇറങ്ങിയതുപോലെ അല്ല കേട്ടോ, നല്ല പാടാ, നല്ല സ്ലിപ്പറിയാ, അതാ പ്രശ്നം. ചറക്കുന്നുണ്ട് ക്യാമറ. ഓക്കെ മുകളിലോട്ടൊക്കെ നോക്കി കഴുത്തൊക്കെ വേദനിക്കുന്നു ഉണ്ടോ. ഇപ്പോൾ ഞങ്ങൾ കേവെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് മേളിലെത്താറായി, ഏകദേശം എത്താറായതോ ഉണ്ടോ. അപ്പുറത്ത് വെളിച്ചമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതുപോലൊരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ നമ്മളെപ്പോഴായാലും ഒരിക്കൽ എന്താ പറയുക പോയി നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അതിനകത്ത് ഒരു വെട്ടമില്ല, പ്രകാശമില്ല, ഫുള്ള് ചറുക്കലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് പോയിട്ട് തിരിച്ച് ഒരു പ്രശ്നമില്ലാതെ തന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റി. ഞങ്ങളുടെ ടീം എല്ലാവർക്കും ഒരു ഇഷ്യൂ ഇല്ലാതെ വരാൻ പറ്റി. നമ്മുടെ ഇവിടെ വന്ന ഗൈഡ് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അവർ നമ്മളെ വലിച്ച് മുകളിലോട്ട് കയറ്റുന്നതിനും താഴോട്ട് ഇറക്കുന്നതിനും ഒക്കെ എല്ലാത്തിനും അവർ നല്ല സപ്പോർട്ടായിരുന്നു. ഇതിനകത്ത് വേറെ ഒരിടത്ത് മാത്രമേ ഇവർ റോപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അല്ലാതെ കല്ലിൽ തന്നെ ചവിട്ടി ഇറങ്ങാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും വേസ്റ്റ് ഒന്നും ഇടാതിരിക്കാൻ വേണ്ടി അവർ സെപ്പറേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കേവിനകത്ത് പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ലെതറോ പേപ്പറോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല.
അപ്പോൾ അതവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വേസ്റ്റിൽ ഇട്ടേക്കാനാണ് അവർ പറഞ്ഞത്. ഇതാണ് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ കേവിൻ്റെ. ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ കേവിൻ്റെ. ആ ബാക്ക് സൈഡൊക്കെ നിൽക്കുന്ന പൈൻ മരങ്ങളാണ്. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ കാണത്തില്ലേ, അതുപോലത്തെ പൈൻ മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയ താഴോട്ട് പോയിരുന്നു. അതേപടി തന്നെ ഞങ്ങൾ എല്ലാ സ്റ്റെപ്പും കയറിയതാ മുകളിലെത്താറായി. ഇതൊരു അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങളിനി നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. See you.